പഠിച്ച ഗൗതം? തുടക്കം പോലെ അങ്ങ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഇനി മുതലുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ നോട്ട് നേരത്തെ ഇട്ടേക്കാം. നിങ്ങൾ പറ്റുവാണ് അത് എഴുതിയെടുത്തു. കാരണം നമുക്ക് എഴുതിയെടുത്ത് ക്ലാസ് കൊടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് പോർഷൻ കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോട്ട് ഞാൻ പഠിപ്പിക്കുന്ന അന്നത്തെ ടോപ്പിക്കിന്റെ നോട്ട് ഞാൻ നേരത്തെ ഇട്ടേക്കാം. കെമിസ്ട്രിയുടെ ഇടിയല്ല, കെമിസ്ട്രിയുടെ ബുക്ക് വെച്ച് റെഫർ ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുള്ള സീനില്ല. ഫിസിക്സിന്റെ ഡെറിവേഷൻ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടേക്കാം. നിങ്ങൾ എഴുതി എടുക്കുവാണെങ്കിൽ എനിക്കത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ആ സ്റ്റെപ്പിന്റെ കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം പോർഷൻ തീർക്കാൻ. അതിന് ഗൗതം പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്? കറണ്ട് എന്താണെന്ന് പറഞ്ഞു. കറണ്ട് ഈസ് ഈക്വൽ ടു ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ ഇൻ ഗിവൺ ടൈം. ഒരു ഫിക്സഡ് ടൈമിൽ ഒരു കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ചാർജ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട്. ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു കണ്ടക്ടറിൽ ഇ എം എഫ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഇ എം എഫ് അല്ല എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ടൊന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസിന്റെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും കിച്ചു? അതോ അത് അതറിയത്തില്ല. എന്തോ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? അതായത് ഒരു പാർട്ടിക്കലിന് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസിന്റെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? സീറോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന്റെ റാൻഡം മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പിന്നെ എന്താണ്? റിലാക്സേഷൻ ടൈം, ടോർക്ക്. അതായത് രണ്ട് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലാക്സേഷൻ ടൈം, ടോർക്ക് എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തായിരുന്നു ഗൗതം? velocity the electrons of a conductor drifted towards positive. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ കണ്ടക്ടറിനുള്ളിലെ ഇലക്ട്രോൺസിനെല്ലാം ഏത് സൈഡിലേക്ക് ഒരു ചായ്വ് കാണും? പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു മൂവ്മെന്റ് കാണും, ഷിഫ്റ്റിംഗ് കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. വി സഫിക്സ് ആയിട്ട് ഡി, അങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യണം. ആൻഡ് അവിടെ ആ ഒരു പോർഷനിൽ നിന്ന് തന്നെ നമ്മൾ 3-4 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡെറിവേഷൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഓംസ് ലോ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? അവിടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടിനോട് പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യുന്നുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് ഏത്? റെസിസ്റ്റൻസ് ആർ. പക്ഷെ ഓംസ് ലോയുടെ ഒരു വലിയ ഡ്രോബാക്ക് ആയിരുന്നു എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. അതായത് പല ഒബ്ജക്റ്റുകൾക്ക് പല വാല്യൂസ് ആണ് റെസിസ്റ്റൻസിന്. അതുകൊണ്ട് അതാണ് നമ്മുടെ ഓംസ് ലോയുടെ ലിമിറ്റേഷൻ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ എന്താണെന്നൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണ് ഓരോ പാർട്ടിക്കിൾസിന് അല്ലെ ഓരോ സബ്സ്റ്റൻസിനനുസരിച്ച് എങ്ങനെയാണ് അല്ലെ മെറ്റീരിയലിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്. നമ്മൾ ആദ്യം സെമി കണ്ടക്ടറിന്റെ കാര്യം പറഞ്ഞു. ആദ്യം കണ്ടക്ടർ പറഞ്ഞു. കണ്ടക്ടർ എന്ന് പറയുമ്പം റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അത് എവിടെ മുതൽ അതിന്റെ റേഞ്ച് എങ്ങനെയാണ് കിച്ചു? 10⁻⁶ to 10⁻⁻⁶ to 10⁻⁻⁶ to 10⁻⁻⁸. 10⁻⁻⁶ to 10⁻⁻⁸ ഓംമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ സെമി കണ്ടക്ടർ ആണെങ്കിലോ 10⁻⁻12 to 10⁻⁻14. അല്ല 4 10⁻⁻12 to 4. 10⁻⁻12 to 4 ആണ്. പിന്നെ ഇൻസുലേറ്റർ ആണ് 10⁻⁸ to 10⁻⁴. വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? കളർ കോഡിന്റെ ഇടയ്ക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ പറഞ്ഞത്. ടെക്സ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് പുസ്തകമൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കണം കേട്ടോ. കളർ കോഡ് എന്ന് പറയുന്നത് ഓരോ നമ്പറിനനുസരിച്ചാണ്. അതുപോലെ തന്നെ ഒരു റെസിസ്റ്ററിൽ 4 വരയാണ്.
കുഞ്ഞതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ആ റെസിസ്റ്ററിൽ 4 വരെയുണ്ട്, 4 ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും. അതെന്തിനാണ് കാണിക്കുന്നത്, അതിന്റെ ഓർഡർ, അങ്ങനെ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് മാർക്ക് ചെയ്ത് തന്നതേ ഉണ്ടായിരുന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ കാര്യമായിരുന്നു. റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ കാര്യം എടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തും കൂടും, റെസിസ്റ്റിവിറ്റിയും കൂടും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് നമ്മൾ പറയണത് ഏതാണ്, നമ്മുടെ ഇക്വേഷൻ ഏതാണ്? റോ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോർക്ക്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണത്. അതിൽ മെറ്റലിന്റെ കേസിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമ്മുടെ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ ടൈം, അതായത് 2 ഇലക്ട്രോൺസിന് കൊളൈഡ് ചെയ്യാൻ വേണ്ട ടൈം. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ടൈം, റിലാക്സേഷൻ ടൈം കുറയും. സോ നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1 ടോർക്ക് ആണ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അതായത് നമ്മുടെ റിലാക്സേഷൻ ടൈം കുറഞ്ഞ ആര് കൂടും? റെസിസ്റ്റിവിറ്റി കൂടും. സോ ടെമ്പറേച്ചറും കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുമെന്ന് നമ്മൾ പറയും. അങ്ങനെ എക്സാമിന് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് വേണം ചോദിക്കാം കേട്ടോ. അത് മെറ്റലിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ വേറെ നമ്മളേതാ സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും, അതങ്ങനെ എടുത്ത് ചോദിക്കാം. പിന്നെ നമ്മൾ സെമി കണ്ടക്ടറിന്റെ കാര്യമായിരുന്നു പറഞ്ഞത്. സെമി കണ്ടക്ടറിൽ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുവാണ്. ഇതിന്റെ കേസിൽ നമ്മൾ പറയുന്നത് എന്തിന്റെ? ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ലേ? അല്ല, നമ്പർ ഡെൻസിറ്റി. നമ്പർ ഡെൻസിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ആ ഒരു കാര്യം പറയണം. നമ്പർ ഡെൻസിറ്റി n, സ്മോൾ ലെറ്റർ n. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻസുലേറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. സോ അവിടെ നമ്പർ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റിവിറ്റി ആയിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്പർ ഡെൻസിറ്റി. പക്ഷെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഓരോ മോളിക്യൂൾസിനും അല്ല ഓരോ ആറ്റത്തിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും, എക്സൈറ്റ് ചെയ്യും. ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഡെൻസിറ്റി കൂടും. സോ നമ്പർ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് കുറയും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ, റെസിസ്റ്റിവിറ്റി കുറയും. റീസൺ പഠിച്ചു വെച്ചേക്കണം. പിന്നെ നമ്മളൊരു ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞത്, ടെമ്പറേച്ചറും റെസിസ്റ്റൻസും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ ഗൗതം? ടെമ്പറേച്ചറും റെസിസ്റ്റൻസും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആൽഫ ഉള്ളത്. റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ് R minus R0 by R0 into T minus T0. സാധാരണ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ചോദിക്കുമ്പം, അതായത് നമ്മുടെ ഈ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രോബ്ലം ചോദിച്ചാൽ മിക്കവാറും ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം 2-3 എണ്ണം നമ്മൾ ചെയ്തില്ലേ? 1-2 എണ്ണം നമ്മൾ ചെയ്തില്ലേ? ചെയ്തു. യെസ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക്കൽ എനർജിയും പവറും. ഇലക്ട്രിക്കൽ എനർജിയും പവറും അതിന്റെ കുറെ ഇക്വേഷൻസ് ഒക്കെ, അതായത് പവറിന് 4-5 ഇക്വേഷൻ, അതുപോലെ തന്നെ എനർജിക്കും 2-3 ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ അങ്ങനെ 2-3 ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആൻഡ് സീരീസ്, രണ്ടും ഒന്നിച്ചൊക്കെ സാധാരണ ചോദിക്കുന്നതാട്ടോ. അപ്പം കപ്പാസിറ്റർ സീരീസിലും പാരലും കണക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പഠിച്ചു. റെസിസ്റ്റർ സീരീസിലും പാരലും കണക്ട് ചെയ്യുന്ന കാര്യം പഠിച്ചു. ഇനി നമ്മൾ സെല്ലും കൂടി പഠിക്കും. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് സെൽ, EMF, ഇന്റേണൽ റെസിസ്റ്റൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചു? Cell is a device to maintain a steady current in an electric circuit. Yes. സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ടിന്റെ ഒരു ഫ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സെല്ല്. ടിപ്പിക്കലി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, അതിന് 2 ഇലക്ട്രോഡ് കാണും. അങ്ങനെയാണ് നമ്മുടെ സെല്ലിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ പോകുന്നത്. EMF എന്താ ഗൗതം? Potential difference between positive and negative electron circle. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ. ഓക്കെ, യെസ്. അപ്പം അങ്ങനെയാണ് ഞാനും എഴുതി തന്നെ, ടെക്സ്റ്റ് എന്നാണ് ഞാൻ കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ അതായിരിക്കും. ദെൻ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താ കിച്ചു? It is resistance offered by electrode and electrolyte to a cell of a cell. ഒരു സെല്ലിലെ ഇലക്ട്രോഡിനും ഇലക്ട്രോലൈറ്റും
ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇ എം എഫിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ ഗൗതം? എപ്സിലോൺ 0 ഇല്ല, വെറും എപ്സിലോൺ. ഓക്കെ, അപ്പൊ ടിപ്പിക്കലി ഒരു സെല്ല് എന്ന് പറയുമ്പം എന്തൊക്കെ ചേരുന്നതാണ്? ഒരു ഇ എം എഫും ഒരു ഇ എം എഫ് സെല്ലും അതുപോലെ തന്നെ ഇന്റേണൽ റെസിസ്റ്റൻസും ചേരുന്നതാണ് ഒരു ടിപ്പിക്കൽ സെൽ എന്ന് പറയുന്നത്. ഒരു സെല്ല് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എന്ത് വരയ്ക്കണം? ഒരു റെസിസ്റ്റൻസും വരയ്ക്കണം, ഇ എം എഫ് കാണിക്കുന്ന പോലെ ഒരു സ്വിച്ച് ഒരു സെല്ലിന്റെ സിമ്പലും വരയ്ക്കണം. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫിഗർ വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? അത് നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ. ഐക്ക് ഇക്വേഷൻ ഉണ്ടാക്കി. ഐ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ ആർ പ്ലസ് ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ പുറമേ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് വിളിക്കുന്നത്. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിനുള്ളിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടെർമിനൽ വെലോസിറ്റി? ടെർമിനൽസ് നമുക്കറിയാം, ഒരു സെല്ലിന് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. അപ്പൊ അവിടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ബി എന്ന് പറയുന്ന ടെർമിനലിൽ ഉണ്ടാകുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി. ആ എൻഡ് പോർഷനിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. അതിന് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഈ ബി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ബൈ ആർ പ്ലസ് ആർ. അല്ലാണ്ട് വേറെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്റേണൽ ടെർമിനൽ വെലോസിറ്റി അല്ലേ? ടെർമിനൽ വോൾട്ടേജ് മാറിപ്പോയതാ. അല്ല, അത് അതിന്റെ ഇക്വേഷൻ വേറെയാണല്ലോ. ഏത് ചേച്ചി അത് ഇപ്പൊ പറഞ്ഞേ? V is equal to epsilon r by r plus r. പിന്നെ നമ്മൾ പഠിച്ച ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സെല്ലിനുള്ളിൽ ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോഡും കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. അതിനൊരു ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ അല്ല, പക്ഷെ നമുക്ക് മാറ്റി മറിച്ചു ഒക്കെ ഇട്ട് കണ്ടുപിടിക്കാം. R is equal to ക്യാപിറ്റൽ ലെറ്റർ R into E minus V by V. എന്നൊരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യും. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തൊക്കെയാണ് ഗൗതം? Factors affecting internal resistance. Nature of electrolyte. Nature of electrolyte. Concentration. Distance, area, temperature. Distance, area, temperature. ഇത്രയുമാണ് നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഹെഡിങ് എഴുതിക്കും. നമ്മൾ സെൽസിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ സെല്ലിനെ പാരലായിട്ടും സീരീസ് ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യുവാണ്. ഇനി ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹെഡിങ് cells in series and parallel. Cells in series and parallel. സ്ക്രീൻ കാണാലോ അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ സെല്ലിനെ സീരീസിൽ കണക്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സീരീസിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്താലും ആര് കോൺസ്റ്റന്റ് ആണ് കിച്ചു? കറന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. പാരലലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആരായിരിക്കും കോൺസ്റ്റന്റ്? വോൾട്ടേജ് ആയിരിക്കും കോൺസ്റ്റന്റ്. സോ നമുക്ക് അടുത്തൊരു സബ് ഹെഡിങ് ആയിട്ട് എഴുതുക സെൽസ് ഇൻ സീരീസ്. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കുക. ഫിഗർ വരച്ചിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ എഴുതിയൊന്നും ഇല്ലല്ലോ? ഒടുക്കമ്പോൾ എനിക്കറിയാം എഴുതിയല്ലെന്ന്. അല്ല, ഞാൻ വരച്ച് കാണിക്കാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഹെഡിങ് ഒക്കെ എഴുതിയില്ലേ? സോ നമുക്കൊരു സെല്ലുണ്ട്. ഒന്നല്ല, നമ്മൾ രണ്ട് സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കും. നമുക്കറിയാം ഒരു സെല്ലിനുള്ളിൽ എന്തൊക്കെയുണ്ട്. ബേസിക്കലി ഒരു സെല്ലിനുള്ളിൽ എന്തൊക്കെയുണ്ട് ഗൗതം?
resisting. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇ എം എഫ്, അത് നമ്മൾ വരച്ച് കാണിക്കണം. സോ ഇതാണ് പോസിറ്റീവ് എൻഡ്. നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് പോകത്തുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് പോസിറ്റീവിനോട് ചേർന്നായിരിക്കണം റെസിസ്റ്റൻസ്. പിന്നെ ഇ എം എഫ്. ഇവിടുത്തെ റെസിസ്റ്റൻസിനെ നമുക്ക് R1 എന്ന് വിളിക്കാം, ഇതിനെ E1 എന്ന് വിളിക്കാം. ആൻഡ് ഇവിടെ വീണ്ടും പോസിറ്റീവായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നു റെസിസ്റ്റൻസ്, സെൽ, ഇ എം എഫ്. സോ ഇത് E2, ഇത് R2, സ്മോൾ ലെറ്റർ R, ക്യാപിറ്റൽ ലെറ്റർ E2 അല്ല, E അല്ല, എപ്സിലോൺ. ദെൻ ഇവനെ നമ്മൾ ഒരു സർക്യൂട്ടുമായിട്ട് ഒരു വേറൊരു റെസിസ്റ്റൻസ് ആണ് കേട്ടോ, റെസിസ്റ്റൻസ് മര്യാദയ്ക്ക് വരച്ചോ, ഇങ്ങനെയൊന്നും അല്ല ഇരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇത് റെസിസ്റ്റൻസ് ആണ് കേട്ടോ ഈ വരച്ച് വെച്ചേക്കുന്നത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ R ആയിരിക്കും. പുറമേ ഉള്ള റെസിസ്റ്റൻസ് എന്ന് കാണിക്കാം. നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യണത്. സോ ഇത് എ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതായത് ഈ ജംഗ്ഷനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഈ ജംഗ്ഷനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ആൻഡ് കറണ്ട് ഇവിടുന്ന് വരുന്നു I. റെസിസ്റ്റൻസ് കഴിഞ്ഞാലും കറണ്ടിന് വ്യത്യാസമൊന്നുമില്ല, സെയിം കറണ്ട് ആയിരിക്കും കേട്ടല്ലോ, അപ്പുറത്തും എത്തത്തുള്ളൂ. ഓക്കെ, ആൻഡ് ഇത് സീരീസിലായതുകൊണ്ട് നമുക്ക് എന്തറിയാം? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക I ഈസ് കോൺസ്റ്റന്റ്. സീരീസ് കണക്ഷനിൽ എപ്പോഴും I കോൺസ്റ്റന്റ് ആയിരിക്കും. I ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് നമ്മൾ ഇവന്മാരെ കമ്പൈൻ ചെയ്തു ഒറ്റ, അതായത് നമ്മുടെ മറ്റേ ഇക്വിവാലന്റ് സെൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് ഒറ്റയാളാക്കുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇക്വിവാലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇക്വിവാലന്റ് മറ്റേ എന്തായിരുന്നു, ഇ എം എഫ് എന്തായിരിക്കും? അങ്ങനെയൊക്കെ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം എന്താണ്, ടെർമിനൽ വെലോസിറ്റിന്ന് തുടങ്ങാം. ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ ടു ബി, അതായത് വി എ ബി കണ്ടുപിടിക്കുകയാണ്. വി എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വോൾട്ടേജ് അറ്റ് എയിലെ വോൾട്ടേജ് മൈനസ് ബിയിലെ വോൾട്ടേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വരുന്ന വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? എപ്പോഴും വോൾട്ടേജ് കൂടുതൽ എയിലായിരിക്കും, പിന്നെ കറങ്ങി വരുമ്പോൾ ഇവിടെ കുറെ വോൾട്ടേജ് പോകും, അങ്ങനെയാണ് ബിയിൽ എത്തത്തുള്ളൂ. സോ വി എ മൈനസ് വി ബി ആണ്. ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേതായിരുന്നു? ഇത് എയുടെയും ബിയുടെയും കാര്യം ആയതുകൊണ്ട് നമുക്ക് E1 മൈനസ് IR1 എന്ന് വിളിക്കാം. എ എന്ന് പറയുന്ന സെല്ലിന്റെ കാര്യം അല്ലെ, ആദ്യത്തെ സെല്ലിന്റെ കാര്യം ആയതുകൊണ്ട് നമുക്ക് E1 മൈനസ് IR1 എന്ന് വിളിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? E മൈനസ് IR, ടെർമിനൽ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു E മൈനസ് IR എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്? വി ബി സി. ബി സി എന്ന് പറയുമ്പം ഇവിടുന്ന് കറണ്ട് സി എന്ന് പറയുന്ന പോയിന്റിൽ എത്തും. അവിടുത്തെ ടെർമിനൽ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, വി ബി സി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി വി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എപ്സിലോൺ 2 അല്ലെങ്കിൽ വി ബി മൈനസ് വി സി ആയിരിക്കും. വി ബി മൈനസ് വി സി അല്ലെങ്കിൽ എന്തെന്ന് പറയാം? എപ്സിലോൺ 2 അയ്യോ,
ഓക്കെ, ഇടയ്ക്ക് കറണ്ട് പോയതാണ്. സ്ക്രീൻ കാണാലോ അല്ലേ? ചേച്ചി ചേച്ചി 2 എന്നാണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ വന്നത്. ചേച്ചി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. സോ ഇനി ഇവന്മാരെ കേക്കാവോ? ഇപ്പൊ കേക്കാം. ഓക്കെ, അപ്പം വി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E2 മൈനസ് IR2 എന്നാട്ടോ. IR2 അല്ല ചേച്ചി, ഈ വി ബിക്കും വി സിക്കും നമ്മൾ ഓരോ ഇക്വേഷൻ എടുക്കണ്ടേ? അതോ ഇത് ഇങ്ങനെ എടുത്താൽ മതിയോ? ഇങ്ങനെ എടുത്താൽ മതി. കോമൺ ഇപ്പൊ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള കേസിലെ കാര്യമാണ് പറയുന്നത്. അത് രണ്ട് സെല്ലും സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇവന്മാരെ നമ്മളിങ്ങനെ ഒന്നിച്ച്, അതായത് ഇങ്ങനെ ചേർത്ത് വെപ്പിക്കും. ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഇല്ലാണ്ടാക്കും. എന്നിട്ട് നമ്മൾ വി എ സി എന്ന് പറയുന്ന AC എന്ന് പറയുന്നത് ഒറ്റ പോയിന്റ് ആക്കി എടുക്കും. എന്നിട്ട് നമ്മൾ അങ്ങ് കണ്ടുപിടിക്കും. അത് നമുക്ക് കിട്ടണത് എങ്ങനെയാണ്? വി എ സി ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി സി. ഈ വി എ മൈനസ് വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാരെ തമ്മിൽ ഇപ്പൊ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഇല്ല ഇവർമാർക്കിടയിൽ. ഈ വി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് പിടിപ്പിക്കും. പിടികിട്ടിയ ഇങ്ങനെ ഒരു ഗ്യാപ്പ്, ആ നടുക്കൊരു സി എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് അവന്മാർക്കില്ല അവിടെ. അങ്ങനെ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുമ്പം ഈ ബിക്ക് പകരം നമ്മൾ സി എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ ഇവിടെ സി വന്നത്. ഈ പോയിന്റ് ഇതിനെ ജോയിൻ ചെയ്യുമ്പം ടെർമിനൽ എന്ന് പറയുന്നത് ഇതാ. പിന്നെ ഈ രണ്ട് ടെർമിനലേ പിന്നെ ഉള്ളൂ. ഈ നടുക്കത്ത് ഈ ഒരു ഗ്യാപ്പ് അവനില്ല. രണ്ടുപേരെയും ജോയിൻ ചെയ്ത് പിടിപ്പിച്ചേക്കുക. ഒരു സെല്ലിനെ രണ്ട് സെല്ലിനെ ജോയിൻ ചെയ്ത് ഒറ്റ സെല്ലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് എന്തെന്നാ വിളിക്കുന്നത്? ഇക്വിവാലൻസ് എന്നാ വിളിക്കുന്നത് അല്ലെ? ഇക്വിവാലന്റ് സെൽ, ഇക്വിവാലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് പറഞ്ഞ ഓർക്കണില്ലേ? സോ വി എ സി എന്ന് പറയുമ്പം ഇവിടുത്തെ ഇക്വിവാലന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പാരലിലും സീരീസിലും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇക്വിവാലന്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇക്വിവാലന്റ് മൈനസ് ഐ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവൻ അങ്ങനെ തന്നെ എഴുതാം. ആർ ഇക്വിവാലന്റ്. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെ 3 ഇക്വേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെയും കൂടി ആഡ് ചെയ്യും. 1 + 2, ഇക്വേഷൻ 1 + 2. സോ നമ്മൾ ആ എപ്സിലോണിന്റെ ഇക്വേഷൻ ഇപ്പൊ എടുക്കണ്ട. പകരം നമുക്ക് എന്ത് ചെയ്യാം? വി എ പ്ലസ് അല്ലല്ലോ, മൈനസ് അല്ലേ? വി എ മൈനസ് വി ബി പ്ലസ് വി ബി മൈനസ് വി സി ഈസ് ഈക്വൽ ടു എന്താണ്? ε1 മൈനസ് IR1 പ്ലസ് ε2 മൈനസ് IR2. ഇങ്ങനെ എഴുതാലോ എനിക്ക്? തെളിയാത്തേ. മൈനസ് എപ്സിലോൺ മൈനസ് അല്ല പ്ലസ് ε2 മൈനസ് IR2. ഇവിടം വരെ എഴുതിയത് പിടികിട്ടിയോ? അതായത് ഈ വി എ മൈനസ് വി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ε1 മൈനസ് IR1 ആണ്. ഓക്കെ, വി ബി മൈനസ് വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ε2 മൈനസ് IR2 ആണ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആക്കി എഴുതിയേ ഉള്ളൂ. ഇത്രയും ക്ലിയർ ആണല്ലോ? നോക്കിക്ക്, ഇവിടെ ആരെയും നമുക്ക് ക്യാൻസൽ ആക്കാൻ പറ്റുമോ? നമുക്കിവിടെ പ്ലസ് വി ബി മൈനസ് വി ബി ഉണ്ട്, ഇവന്മാരെ ക്യാൻസൽ ആക്കാം. മിച്ചം എന്താണ്? വി എ മൈനസ് വി സി. വി എ മൈനസ് വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി എ മൈനസ് വി സി വി എ സി ആണല്ലേ? വി എ മൈനസ് വി സി എന്താണ്? വി എ സി. സോ നമുക്കിവിടെ വി എ മൈനസ് വി സിക്ക് എന്തെന്ന് എഴുതാം? വി എ സി എന്ന് എഴുതാൻ പാടില്ലേ? അതായത് ഇക്വിവാലന്റ് ആയിട്ടുള്ള കാര്യമാണ് വി എ സിയിൽ പറയുന്നത്. സീരീസ് ആയിട്ട് രണ്ട് സെൽസിനെ നമ്മൾ ഒന്നിച്ച് ഒറ്റ സെല്ലായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ε1 അടുത്ത് ഞാനൊരു ഒറ്റ സ്റ്റെപ്പിൽ എഴുതുവാണ്. E1 പ്ലസ് E2 എന്നെനിക്ക് എഴുതാലോ? E1 പ്ലസ് E2 ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. E1 പ്ലസ് E2
മൈനസ് IR1 മൈനസ് IR2. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തോളൂ, സൈൻസ് അടക്കം റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കേ, ഈ ഇവനെ നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ടേമുകളായിട്ടുള്ളത്? I കോൺസ്റ്റന്റ് ആണല്ലേ അവിടെ, രണ്ടുപേർക്കും I കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ VAC എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? VAC ഈസ് ഈക്വൽ ടു ε1 പ്ലസ് ε2 മൈനസ് I ഇൻറ്റു R1 മൈനസ് R2. ഇവിടം വരെ ക്ലിയർ ആയോ? ഇനി നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് ഓൾറെഡി നമ്മൾ VACക്ക് ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, മൂന്നാമത്തെ ഇക്വേഷൻ അല്ലേ? മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് VACയുടെ ഇക്വേഷൻ ആണ്. VAC ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇക്വിവാലന്റ്. ബ്രാക്കറ്റ് വരുമ്പോൾ R1 പ്ലസ് R2 ആണോ വരുന്നത്? അങ്ങനെ വരുമോ? മൈനസ് തന്നെയാണോ വരുന്നത്? പ്ലസ് വരണം. പ്ലസ് വരണ്ടേ? പ്ലസ് വരുന്നത്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുക, അതായത് മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ആദ്യം കിടക്കുന്നത് ഇക്വിവാലന്റ് സെല്ലിന്റെ അല്ലെ, സെൽ ഇക്വിവാലൻസ് എത്രയാണെന്നുള്ളത്. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് സെൽ ഇക്വിവാലൻസ് എന്താണെന്നാ കിട്ടിയത്? E1 പ്ലസ് E2. അപ്പൊ നമ്മൾ ഇക്വിവാലന്റ് സെല്ലിന് ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുത്തു. ഇക്വിവാലന്റ് സെൽ അല്ലെങ്കിൽ ഈ ഇക്വിവാലന്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? E1 പ്ലസ് E2 ആണ്. ε1 പ്ലസ് ε2 ആണ്. ε1 പ്ലസ് ε2 ആണ് ഈ ഇക്വിവാലന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് കമ്പയർ ചെയ്യുന്ന കേട്ടോ. മൂന്നാമത്തെ ഇക്വേഷനും ഇപ്പൊ കണ്ടുപിടിച്ച നാലാമത്തെ ഇക്വേഷനും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. നോക്കിക്കേ, I കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ I പുറത്തെടുത്ത് I കോൺസ്റ്റന്റ് ആണ്. ഇനി R ഇക്വിവാലന്റിന്റെ സ്ഥലത്ത് എന്താണ് കിടക്കുന്നത്? ഫോർത്ത് ഇക്വേഷനിൽ R1 പ്ലസ് R2. സോ ഇതാണ് നമ്മുടെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ്, EMF. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. സോ R ഇക്വിവാലന്റ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് അങ്ങനെ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പം I എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. EMF ഇക്വിവാലന്റ് EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് അങ്ങനെ അങ്ങ് പോവാണ്. R ഇക്വിവാലന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര അങ്ങ് പോവാണ്. മറ്റു ഡെറിവേഷൻ പോലെയല്ല, ഇവിടുത്തെ ഇച്ചിരി കുറച്ച് നേരത്തെ കപ്പാസിറ്ററും റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. പക്ഷെ ഇത് നമ്മൾ കുറച്ച് പഠിച്ചു വെക്കണം. ഇക്വേഷൻ 1, 2, 3 അറിയാമെങ്കിൽ ബാക്കി നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സീരീസിലെ റെസിസ്റ്റൻസ്. മനസ്സിലായോ ഗൗതം? ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, എഴുതിയെടുത്തോ? കിച്ചു എഴുതിയോ? അങ്ങനെയാണ് നമുക്ക് പാരലുള്ള കാര്യം പറയാം. ഓക്കെ, സീരീസിൽ അപ്പം ഇങ്ങനെയാണ് വന്നത്. 3 ഇക്വേഷൻ ലാസ്റ്റ് വരും. ഈ ഇക്വിവാലൻസ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് അങ്ങനെ എത്ര സെല്ലുണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ. എക്സെട്ര ടു En വരെ വരാം. പിന്നെ R ഇക്വിവാലൻസ് എന്ന് പറഞ്ഞാൽ R1 പ്ലസ് R2 എക്സെട്ര ടു Rn. ഐയുടെ കാര്യം എന്താണ്? I1 ഈസ് ഈക്വൽ ടു I2 ഈസ് ഈക്വൽ ടു I3. ഇവിടെ നോട്ട് ഈക്വൽ ടു എന്നാണ്, അത് ഞാൻ വെട്ടിയിട്ടേക്കുന്ന കേട്ടോ. I1 ഈസ് ഈക്വൽ ടു I2 ഈസ് ഈക്വൽ ടു I3. എല്ലായിടത്തെയും കറണ്ട് സെയിം ആയിരിക്കും. അങ്ങനെയാണ് പാരലിലെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, പാരൽ കണക്ഷനിൽ ആര്? സെൽസ് ഇൻ പാരൽ. ഹെഡിങ് എഴുതിക്കോ, സെൽസ് ഇൻ പാരൽ. സെൽസ് പാരൽ ആണെങ്കിൽ ആരായിരിക്കും കോൺസ്റ്റന്റ്? വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. അതായത് V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V3 ആയിരിക്കും. ആൻഡ് ഈ ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ 2 സെല്ല് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവന്റെ പോസിറ്റീവ് ടെർമിനൽ. ആൻഡ് അവിടെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്.
EMF കാണിക്കാൻ E ഉണ്ട്, രണ്ടിടത്തും ആ സംഭവം ഉണ്ട് കേട്ടോ സെല്ലിനുള്ളിൽ. പിന്നെ നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഇതാണ് പോസിറ്റീവ് എങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ കറണ്ടിന്റെ ഫ്ലോ ഉണ്ടാവുക. ഓക്കെ, ഇവിടുന്ന് I1 കറണ്ട് വരും, ഈ സെല്ല് I1 കറണ്ടിന്റെ പുറത്തേക്ക് വിടും, ഈ സെല്ല് I2 കറണ്ടിന്റെ പുറത്തേക്ക് വിടും. അങ്ങനെ ഈ രണ്ട് കറണ്ടും കൂടി വന്ന് ജോയിൻ ചെയ്ത് I കറണ്ട് ആവും. A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ എന്താകും? I എന്ന് പറയുന്ന ഒറ്റ കറണ്ട് ആയിട്ടാണ് പിന്നെ ഈ വരുന്ന കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്ത് റെസിസ്റ്ററിൽ എത്തും. റെസിസ്റ്റർ വെച്ചിൽ കുറച്ച് വോൾട്ടേജ് പുറത്തേക്ക് പോകും, I ഇൻറ്റു R, IR വോൾട്ടേജ് പുറത്തു പോകും. ആൻഡ് ഇവൻ വീണ്ടും പാസ് ചെയ്ത് സെയിം കറണ്ട് തന്നെ പാസ് ചെയ്ത് എവിടെ എത്തും? B എന്ന് പറയുന്ന ടെർമിനലിൽ എത്തും. അത് വീണ്ടും I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സെല്ലിലെത്തും. അങ്ങനെയാണ് ഇത് കറങ്ങണത്. ഫിഗർ വരച്ചെടുക്കാം. ഫിഗർ ഒന്നുകൂടി സൂം ചെയ്യണോ? ഇതാണ് നമ്മുടെ ഫിഗർ. വരച്ചിട്ട് പറയണേ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, വരച്ചോ? ഫിഗർ വരച്ചോ? വരച്ചോ ഗൗതം? വരച്ചോ? ഫിഗർ വരച്ചോ? ഓക്കെ, സോ നമ്മൾ ആദ്യം എഴുതുന്നത് ടെർമിനൽ വെലോസിറ്റി ആണ്. ടെർമിനൽ വെലോസിറ്റി V is equal to എന്താണ് ഗിച്ചു? ടെർമിനൽ വെലോസിറ്റി V is equal to ടെർമിനൽ വെലോസിറ്റി V is equal to എപ്സിലോൺ മൈനസ് IR. എപ്സിലോൺ മൈനസ് IR ആണ്. അവിടുന്ന് ഐയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അല്ലേ ചി, ഇപ്പൊ നമ്മൾ മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ലേ ടെർമിനൽ വോൾട്ടേജിന്റെ? ആ ഇക്വേഷനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്നതാണ് ഇത്. അതിനകത്ത് ഇതുണ്ടല്ലോ, ഇത് വേറൊരു ഇക്വേഷൻ. ഇത് V is equal to IR എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച I. അതായത് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തേ? ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് ഐക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ഓംസ് ലോയിൽ ഈ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്, ടെർമിനൽ വെലോസിറ്റി. വോൾട്ടേജിന്റെ ഇക്വേഷനകത്തുള്ള വ്യത്യാസത്തുള്ള ഇക്വേഷൻ ആണ് ഇത്. എന്തോ വോൾട്ടേജിന്റെ ഇക്വേഷനിലുള്ളതില്ലേ, വോൾട്ടേജിന് 5-6 ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനകത്തുള്ള ഇക്വേഷൻ ആണ് ഇത്. ആ, അതില് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്ന ഇക്വേഷൻ ടെർമിനൽ വെലോസിറ്റിക്ക് നമ്മൾ വെലോസിറ്റി അല്ലല്ലോ, വോൾട്ടേജ്. ടെർമിനൽ വോൾട്ടേജിന് നമ്മൾ എഴുതേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഇനി പ്രോബ്ലം ഏത് രീതിയിലാണോ വരുന്നത്, തരുന്ന വാല്യൂസ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഇക്വേഷനും യൂസ് ചെയ്യാം. ഇത് ഡെറിവേഷൻ അല്ലേ ജി? ഇത് ഡെറിവേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് V is equal to എപ്സിലോൺ മൈനസ് IR എന്ന് പറയുന്ന ആദ്യം പഠിച്ച ഇക്വേഷൻ ആണ്. V is equal to എപ്സിലോൺ മൈനസ് IR. ടെർമിനൽ വെലോസിറ്റി അല്ല, വോൾട്ടേജ് ആണ് കേട്ടോ. വെലോസിറ്റി എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ച് എന്താക്കിക്കോണം? വോൾട്ടേജ് ആക്കിക്കോണം. ഓക്കെ, ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്തിട്ട് ഐയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് ഐയുടെ ഫോർമുല വേഗം കണ്ടുപിടി. എന്താ ഗൗത ഐയുടെ ഇക്വേഷൻ വന്നത്? V is equal to എപ്സിലോൺ മൈനസ് IR എന്ന് പറയുന്ന ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഐക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ? നമുക്കറിയാം ഈ ഒരു പാരൽ കണക്ഷനിൽ I വേരിയബിൾ ആണ്. സോ ഐക്കാണ് നമ്മൾ ശരിക്കും ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഐയുടെ രീതിയിലേക്ക് മാറ്റുമ്പോ എങ്ങനെ വരും? V അല്ല, ഇല്ലില്ല. ഇവിടെ എന്താണ്? മൈനസ് IR ആണ്. മൈനസ് IRനെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോവാം, അപ്പൊ പ്ലസ് IR ആകൂലോ. പ്ലസ് IR ഈസ് ഈക്വൽ ടു വിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം എപ്സിലോൺ മൈനസ് V എന്ന് വരും അല്ലെ? IR ഈസ് ഈക്വൽ ടു എപ്സിലോൺ മൈനസ് V.
നമുക്ക് ഐ അല്ലേ വേണ്ടേ? സോ ആറിനെയും കൂടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. നിലവിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അവൻ താഴെ പോകുമ്പോ എന്താവും? ഡിവിഷൻ. അപ്പൊ ഐയുടെ ഇക്വേഷൻ എങ്ങനെയാ കിച്ചു വന്നെ? I is equal to epsilon minus v by r. I is equal to epsilon minus v by r എന്നാണ് വന്നത്. സോ ഈ ഇക്വേഷൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത്. ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. I is equal to e minus v by r എന്ന് പറയുന്ന ഇക്വേഷൻ 1. ഇനി നമ്മള് ഇപ്പം രണ്ടായിട്ടാണ് പാരലി കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അവനെ കമ്പൈൻ ചെയ്ത് ഒറ്റയാക്കുക എന്ന് വിചാരിക്കുക. ഒരു സെല്ലായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യും. നിലവിൽ 2 സെല്ലുണ്ട്, അവന്മാരെ രണ്ടുപേരെയും കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റയായിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിവാലൻസ് ഇട്ട് വിളിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇക്വിവാലൻസിന്റെ കാര്യം പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? വി ഈസ് ഈക്വൽ ടു ഈ ഇക്വിവാലൻസ് മൈനസ് ഐ ആർ ഇക്വിവാലൻസ് എന്ന് വരും. സോ ഇക്വേഷൻ എഴുതുക, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് മാർക്ക് ചെയ്യുക. വി ഈസ് ഈക്വൽ ടു ഈ ഇക്വിവാലൻസ് മൈനസ് ഐ ആർ ഇക്വിവാലൻസ്. ആറ് സഫിക്സ് ഒന്നും അല്ല കേട്ടോ, പക്ഷെ ഈ ഇക്വിവാലൻസ് എഴുതുന്നത് സഫിക്സ് ആയിട്ടാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇപ്പൊ പറഞ്ഞ ഇക്വിവാലൻസ് ഇട്ടിട്ടുള്ളത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. സോ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? നമ്മുടെ ഫിഗർ നോക്കുന്നു. ഫിഗറിൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I1ഉം I2ഉം കൂടി കമ്പൈൻ ചെയ്തല്ല ഐ ആവുന്നത് അല്ലേ? I1ഉം I2ഉം കൂടി കമ്പൈൻ ചെയ്ത് ഐ ആവുന്നു. അങ്ങനെയാണ് നമുക്ക് ഐക്ക് ഒരു ഇക്വേഷൻ എഴുതാലോ. I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2. യെസ്, I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 എന്ന് എഴുതുക. ഐക്ക് നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഇ മൈനസ് വി ബൈ അല്ല എപ്സിലോൺ മൈനസ് വി ബൈ ആർ. സോ I1ന്റെ സ്ഥലത്ത് നമ്മൾ എന്തിടണം? എപ്സിലോൺ 1 മൈനസ് വി ബൈ R1. ഒന്നാമത്തെ സെല്ലിൽ നിന്ന് വരുന്ന കറന്റ് I1, അവന്റെ വാല്യൂ എങ്ങനെയാവും? E1 മൈനസ് വി ബൈ R1 പ്ലസ് I2ന്റെ സ്ഥലത്ത് എന്ത് വരും? എപ്സിലോൺ 2 മൈനസ് വി ബൈ R2. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. നമുക്ക് കമ്പയർ ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നു, ആ ഇക്വേഷനെ നമ്മൾ ഓൾറെഡി ഇക്വിവാലൻസിലുള്ള ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ വി എന്ന് പറയുന്ന രീതിയിലേക്ക്, അതായത് ഈ ഒരു രീതിയിലേക്ക് വരുന്ന പോലെ ആദ്യത്തെ ടേം വി വെച്ചിട്ട്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിയുടെ ടേം വരണം, അത് കഴിഞ്ഞ് ഇക്വിവാലൻസ് മൈനസ് ഐ, അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ ഇക്വേഷനെ കൊണ്ടുവരിക. അതായത് ജസ്റ്റ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ വരും? എങ്ങനെയാണ് വന്നത്? നമ്മളിവിടെ നോക്കുവാണെങ്കിൽ E1 മൈനസ് വി ഡിവൈഡഡ് ബൈ R1. ഈ R1 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ E1നും വിക്കും കോമൺ അല്ലേ? അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? E1 ബൈ R1 മൈനസ് വി ബൈ R1 എന്ന് എഴുതാലോ. സോ എങ്ങനെ വരും? E1 ബൈ R1 മൈനസ് വി ബൈ R1 പ്ലസ് ബാക്കി വരാ E2 by R2 minus V by R2. എഴുത്. ഇതൊന്ന് എഴുതട്ടെ. I is equal to E1 by R1 minus V by R1 plus E2 by R2 plus V by R2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടേമിനെയൊക്കെ ഒന്ന് മാറ്റിയിടാം. അതായത് ഇയുടെ ടേമുകളെ, എപ്സിലോണിന്റെ ടേമുകളെ അടുപ്പിച്ച് വിയുടെ ടേമുകളെ മാറ്റി അങ്ങനെ ഇടുമ്പോൾ എങ്ങനെ വരും? I ഈസ് ഈക്വൽ ടു E1 ബൈ R1 പ്ലസ് E2 ബൈ R2 മൈനസ് വി ബൈ R1 പ്ലസ് വി ബൈ R2 എന്നാണ് വന്നത്. അവിടെ നമുക്ക് വി കോമൺ എടുക്കാം. ജസ്റ്റ് ഈ ഇക്വേഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് E1നെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, മൈനസ് V1 നേരെ ഇപ്പുറത്ത് പോകും. അത്രേ ഉള്ളൂ. വിനെ കോമൺ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? വി ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. സോ നമ്മളൊന്ന് ആലോചിച്ച് എന്താ പറ. ഒന്നുകൂടെ പറയോ ആ ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ്? എടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി എല്ലാത്തിനെയും മിക്സ് ചെയ്ത് എഴുതി. നമ്മൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് വരുന്ന ടേം എപ്സിലോണിന്റെ ടേം അല്ലേ? സോ നമ്മൾ എപ്സിലോണിന്റെ ടേംസിനെയൊക്കെ ആദ്യമേ അങ്ങ് മാറ്റുന്നു. അതായത്
E1/R1, പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന പ്ലസ് E2/R2 എഴുതുന്നു. പിന്നെ ഇവിടെ -V1/R1 ഉണ്ട്, അതാണ് ഈ ടേം. പിന്നെ നമ്മൾ V കോമൺ എടുത്താണിത്. പിന്നെ V+V/R2. ഇവിടുന്ന് നമ്മൾ V നെ കോമൺ എടുക്കുന്നു. അവിടെ -V അല്ലേ, -V/R2 അല്ലേ? എവിടെ? അല്ല, പ്ലസ്. അല്ല, അപ്പുറം മൈനസ് ആണല്ലോ. ഇപ്പുറം മൈനസ് ആണ്. അല്ല, അതെന്താ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോൾ പ്ലസ് മൈനസ് വരുമോ? വരും. ഇത് കേറ്റി മൾട്ടിപ്പിൾ ചെയ്തിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ പൊക്കത്തെയാ ഫസ്റ്റത്തെ ഇക്വേഷൻ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് നമ്മള് ഇവിടെ -Vയും ഇവിടെ +Vയും ആണ്. അവിടെ അല്ലേ പൊക്കത്തെയാ? ഇവിടെ മൈനസ്. അതിന് ഇപ്പുറത്ത് പ്ലസ് എടുക്കുന്നുണ്ടോ? ഈ 2 ഈ അല്ലേ ε2/R2 + V/R2 എന്ന് എഴുതിയേക്കുന്നത്. അവിടെ മൈനസ് അല്ലേ വരാ? അവിടെ ഉണ്ടല്ലോ മൈനസ്. അവിടെ ശരിക്കും മൈനസ് ആണ് കേട്ടോ, ഇവിടെ പ്ലസ് അല്ല, മൈനസ് ആണ് കേട്ടോ. ചിന്ന ചിന്ന മിസ്റ്റേക്ക് എടുത്തെഴുതുമ്പോൾ നമുക്ക് തെറ്റ് വരും. ഓക്കെ, സോ ഇവിടെ മൈനസ് ആണ് വന്നത്. ഇവിടെ പ്ലസ് അല്ല, മൈനസ് ആണ്, മാറ്റിയേക്കണം കേട്ടല്ലോ. അങ്ങനെയാണ് ഇവിടെ പ്ലസ് വന്നത് കോമൺ എടുക്കുമ്പോൾ. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷന്റെ രീതിയിലേക്ക് നമ്മൾ മാറ്റുക. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരേണ്ടത്? V ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഈ ഫുൾ ടൈമിനെ ആദ്യം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ -V × 1/R1 + R2 ആണ്. അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +V × 1/R1 + R2 = E1 ഇവിടെ തന്നെ കിടക്കുന്നു, E1/R1 + E2/R2. ഇവിടെ +I ആണ്. +I നേരെ RHS വരുമ്പോ എങ്ങനെയാവും? -I. സോ ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് വരുന്നത്. ഇവിടെ വരെ ഓക്കെ ആണോ? പിന്നെ നമ്മൾ ഇവിടെ തന്നെ വെച്ച് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഈ രണ്ട് ടേമുകളെ. എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുമ്പം എങ്ങനെ വരും? ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വന്നത്? R1 × 1 + R2 × 1 / R1 × R2. സോ V × R term = ഇവിടെയും നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. E1 × R2 + E2 × R1 / R1 R2 -I. പിടികിട്ടിയോ? ദെൻ എന്ത് ചെയ്യും? നമുക്ക് V ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേണ്ടത്. എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന ഈ ഒരു ടൈം ആണ്. അവനെ നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പുറത്തെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വരുമ്പോ എന്താകും? ഡിവിഷൻ ആണ്. അത് റെസിപ്രോക്കൽ ആക്കിയാലും മതി. ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ ന്യൂമറേറ്ററിൽ വരണം. അങ്ങനെയാണ് ഈ വാല്യൂ ഇവിടെ വന്നേക്കുന്നത്. I × R1/R2 / R1 + R2. പിന്നെ നമ്മൾ സോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനെയും മൾട്ടിപ്പിൾ ചെയ്യണം കേട്ടോ. ഇതൊരു ടേം, ഇതൊരു ടേം. സോ ഈ പറയുന്ന വാല്യൂ ഇൻറ്റു ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് -I × ഇവിടെയുള്ള വാല്യൂ. അങ്ങനെയാണ് വരുന്നത്. പിടികിട്ടുന്നുണ്ടല്ലോ? ഞാൻ എഴുതി കാണിക്കണം. ഓക്കെ ആണല്ലോ? ദെൻ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം വരുന്നതുകൊണ്ട് ക്യാൻസൽ ആക്കാം. അങ്ങനെ നമുക്ക് V വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇക്വേഷൻ ആവും. നോക്കിക്കേ, ഇവിടെ എപ്സിലോണിന്റെ സ്ഥലത്ത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നോക്കുവാണെങ്കിൽ E ഇക്വിവാലൻസ് -IR ഇക്വിവാലൻസ് എന്നായിരുന്നു. നോക്കിക്കേ, V ഓക്കെ ആണ്. ഈ ഇക്വിവാലൻസിന് പകരം ഇവിടെ എന്താണ് വന്നേക്കുന്നത്? E1R2 + E2R2/R1 + R2. സോ ഇക്വിവാലൻസ്, ഈ ഇക്വിവാലൻസ് അല്ലെങ്കിൽ EMFന്റെ ഇക്വിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? E1R2 + E2R2 / R1 + R2 ആയിരിക്കും. കിട്ടിയോ? ജസ്റ്റ് കമ്പയർ ചെയ്യുന്നു. നമ്മൾ സെക്കൻഡ് ഇക്വേഷനെയും നമ്മൾ ഫൈനൽ എത്തിയ ഇക്വേഷനെയും കമ്പയർ ചെയ്യുന്നു. I ഇവിടെ I തന്നെയാണ്. പിന്നെ R ഇക്വിവാലൻസിന് കിട്ടുന്ന എങ്ങനെയാണ്? I × R ഇക്വിവാലൻസ് എന്നല്ല ഇവിടെ ഇക്വേഷൻ വന്നത്. R ഇക്വിവാലൻസ് = എങ്ങനെ വരും? R1R2/R1 + R2. അതാണ് ഇവിടെ ഇക്വേഷൻ ആയിട്ട് വന്നത്. പിടികിട്ടിയോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഏതെങ്കിലും സ്റ്റെപ്പ് എഴുതി കാണിക്കണോ ഗൗതം? ഓക്കെ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞ എഴുതി കാണിക്കാം. കിച്ചുവിന് ഓക്കെ ആണോ? കുഴപ്പമില്ല ചേച്ചി, ഓക്കെ ചേച്ചി. ഇതിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എപ്സിലോൺ ഇന്നതെന്ന് അങ്ങനെയല്ലേ എഴുതിയേ? ഈ ഇക്വിവാലൻസ് എപ്സിലോൺ ഇക്വിവാലൻസ് = ഇവിടെ കിടക്കുന്ന വാല്യൂ എന്താണോ അത് എഴുതും. മറ്റേ താഴത്തെ R ഇക്വിവാലൻസ് അല്ലേ? ഇവിടെ കിടക്കുന്ന R ഇക്വിവാലൻസ് ആണ്.
മറ്റേ ഇക്വേഷൻ വെച്ച് രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുന്നു. സോ ആർ ഇക്വാലൻസ് എന്ന് പറയുന്ന ഈ വാല്യൂ ആയിരിക്കും. ഇത്രേ ഉള്ളൂ ഇതിന്റെ ഡെറിവേഷൻ, സീരീസിലും പാരലിലും ഉള്ളത്. കുറച്ച് സ്റ്റെപ്പുകൾ എന്തിനാണ് വെച്ച് കമ്പയർ ചെയ്യേണ്ടതെന്ന് ഓർത്ത് വെച്ചാൽ മതി. എഴുതിയെടുത്തോ? എന്നാ വേഗം എഴുതിയെടുക്കുക. ഇവിടെ മൈനസ് ഇട്ടോണം കേട്ടോ. -v/r1 r2 ആണ്. എഴുതിയോ? ഇല്ല. ഈ സ്റ്റെപ്പിലും നമ്മൾ ഓർത്തോണം, ഈ ടേമിനെ RHSലേക്ക് കൊണ്ടുവരുമ്പം ഇത് രണ്ട് ഡിഫറെന്റ് ടേമാണ്. രണ്ടുപേരെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. എഴുതിയോ? ഗൗതം എഴുതിയോ? യെസ്, ഓക്കെ. അങ്ങനെയാണ് നമുക്ക് അടുത്ത സംഭവം പഠിക്കാം. അടുത്ത ചെറിയ കാര്യമാണ്, വലിയ ഡെറിവേഷൻ ഒന്നുമില്ല, വായിച്ചങ്ങ് പറഞ്ഞു വിടാനുള്ളത്. പറയട്ടെ. സോ അടുത്താണ് കിർച്ചോഫ് റൂൾ. കിർച്ചോഫ്സ് റൂൾ. ഈ കിർച്ചോഫ് റൂൾ എന്ന് പറഞ്ഞാലും കറണ്ട് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കോമ്പിനേഷന്റെ കാര്യമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലായിരുന്നു, റെസിസ്റ്റേഴ്സിനെ സീരീസിലും പാരലിലും ഒക്കെ ഒന്ന് കണക്ട് ചെയ്തേക്കുവാണ് എങ്ങനെ നമുക്ക് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതേ രീതിയിൽ തന്നെ പറയുന്ന, അതായത് ഈ ഒരു നമ്മൾ സെൽസിനെ സീരീസിലും പാരലിലും ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അതിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കും, കറണ്ടിന്റെ ടോട്ടൽ കറണ്ട് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും, അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, കിർച്ചോഫ് റൂളിൽ പറയണത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടേം ആണ് ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. എന്തായിരിക്കും ഇലക്ട്രോണിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടുകളൊക്കെ ഇല്ലേ, ലൈക്ക് ദിസ് ഉണ്ടോ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഒത്തിരി റെസിസ്റ്റേഴ്സ്, ഒരുപാട് സെല്ലുകൾ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ റെസിസ്റ്റേഴ്സും സെൽസും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണത്, ഇലക്ട്രോണിക് നെറ്റ്വർക്ക് എന്ന് വിളിക്കണത്. ഓക്കെ, ഒരുപാട് റെസിസ്റ്റേഴ്സും സെൽസും എല്ലാം കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അതാണ് എന്ത്, ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. അടുത്താണ് ജംഗ്ഷൻ. ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് 2 or more conductors join together. രണ്ടിൽ കൂടുതലോ കണ്ടക്ടറോ ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജംഗ്ഷൻ. ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇതൊരു ജംഗ്ഷൻ ആണ്.
ഇതൊരു ജംഗ്ഷനാണ്. ഇത് 3 കണ്ടക്ടർ ജോയിൻ ചെയ്യുന്ന ഇതൊരു ജംഗ്ഷനാണ്. നോക്കൂ, പിന്നതേ ഇവിടെ ഒരു ജംഗ്ഷനാണ്. ജംഗ്ഷൻ രണ്ടോ രണ്ടിൽ കൂടുതലോ കണ്ടക്ടേഴ്സ് വന്ന് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കിട്ടിയോ ജംഗ്ഷൻ എന്താണെന്ന്? ഈ ടേമുകൾ എന്താണെന്ന് പഠിച്ചിരിക്കണ്ട, അറിഞ്ഞു വെച്ചാൽ മതി. എന്നാണെന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജംഗ്ഷനിലെ വോൾട്ടേജ് എത്രയാണ് അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, അടുത്താണ് ലൂപ്പ് ഓർ മെഷ്, MESH. ക്ലോസ്ഡ് പാത്ത് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിലെ ക്ലോസ്ഡ് പാത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ടു, ഈ കുഞ്ഞ് റെക്ടാങ്കിൾ, ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. ഇവിടെ കറണ്ട് നമുക്ക് ഇത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് താഴെ നേരെ റൈറ്റിലേക്ക് വരുന്നു, മേപ്പോട്ട് പോകുന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു. ഇതൊരു ക്ലോസ്ഡ് പാത്താണ്. മേളിൽ കാണുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ്. ഓക്കെ, അപ്പൊ ഒരു ഫിഗറിൽ തന്നെ 2, 3, 4 ഒക്കെ ക്ലോസ്ഡ് പാത്തുകൾ കാണും. അങ്ങനെയുള്ള ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂപ്പ് എന്ന് വിളിക്കുന്നത്. പിടികിട്ടിയോ ലൂപ്പ് എന്നാന്ന്? ഒരു സർക്യൂട്ടിൽ തന്നെ, ഇതൊരു സർക്യൂട്ടാണ്, ഫുൾ ഒരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ തന്നെ നമുക്ക് 2 ഡിഫറെന്റ് ക്ലോസ്ഡ് പാത്തായിട്ട് പറയാൻ പറ്റും. നോക്കുവാണെങ്കിൽ ഇവിടുന്ന് ഈ കറണ്ട് I3 എന്ന് പറയുന്ന കറണ്ട് ഇതിലെ വരുന്നു, I2 കൂടി പാസ് ചെയ്ത് പോകുന്നു, ദേ ഇങ്ങനെ വരുന്നു, ഇവിടെ I2 തന്നെയാണ്, നേരെ പോകുന്നു, തിരിച്ച് ഇവിടെ എത്തും. ഒരു ക്ലോസ്ഡ് ആയില്ലേ? ഇതിനെ ഒരു പാത്ത് എന്ന് നമുക്ക് വിളിക്കാം. പിന്നെ ഈ I3 കറണ്ട് തന്നെയാണ് ഈ സ്ഥലത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. I1 കറണ്ട് ആവുന്നു, അവൻ നേരെ ഇവിടെ I1 ആയിട്ട് I3 ഇവിടെ എത്തുന്നു. ഇതിന് വേറൊരു ക്ലോസ്ഡ് പാത്താണ്. അങ്ങനെയുള്ള സെപ്പറേറ്റ് ഒരു സർക്യൂട്ടിനെ തന്നെ പല തരത്തിലുള്ള ക്ലോസ്ഡ് പാത്താക്കി നമുക്ക് പറയാം. അങ്ങനത്തെ ഓരോ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു ക്ലോസ്ഡ്. അപ്പം സോ ഈ പറയുന്നത് ഇത്രയും, ഈ താഴത്തെ കുഞ്ഞു റെക്ടാങ്കിൾ ഒരു ലൂപ്പാണ്, മേളത്തെ കുഞ്ഞു റെക്ടാങ്കിൾ ഈ സെയിം സർക്യൂട്ടില് വേറൊരു ലൂപ്പാണ്. ഓക്കെ, ലൂപ്പ് എന്താന്ന് പിടികിട്ടിയല്ലോ. ഇതിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ലൂപ്പുകളെയാണ് എടുക്കുന്നത്. ഫുൾ എടുത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പാടായിരിക്കും. പകരം എന്ത് ചെയ്യും? ഒരു ലൂപ്പിന്റെ കാര്യം മാത്രം നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ പിടികിട്ടിക്കോളും. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഇവിടെ. പിന്നെ ബ്രാഞ്ച്, കണ്ടക്ടർ സെഗ്മെന്റ്സ് ബിറ്റ്വീൻ 2 ജംഗ്ഷൻ. അതായത് 2 ജംഗ്ഷൻ ഇടയിലെ ഈ കണ്ടക്ടർ, ഇതൊരു ജംഗ്ഷനാണ്, ഇതൊരു ജംഗ്ഷനാണ്. ഇതിനിടയിൽ ഈ കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ വയർ പോർഷൻ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രാഞ്ച്. ഓക്കെ, പിന്നെ ബ്രാഞ്ചിലെ കറണ്ട് എത്രയാണ്? അല്ല, ഇന്ന ബ്രാഞ്ചിൽ വരുമ്പം ബിക്കും എക്കും ഇടയിലുള്ള ബ്രാഞ്ചിന്റെ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? അങ്ങനെയൊക്കെ വേണേൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ജംഗ്ഷന് ഇടയിലുള്ള ഭാഗം, കണ്ടക്ടർ ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2 ജംഗ്ഷന് ബിറ്റ്വീൻ ആയിട്ടുള്ള കണ്ടക്ടർ പോർഷൻ ആണ് കേട്ടോ ബ്രാഞ്ച്. സോ ഈ 4 ടേംസ് പിടികിട്ടിയോ? പിടികിട്ടിയോ ഗൗതം? ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. എന്തോ ഈ ബ്രാഞ്ചിന്റെ എക്സാമ്പിൾ കാണിക്കാവോ? എടാ, എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളോട് പറയുവാണ്, A to D. എക്കും ഡി ഒരു ജംഗ്ഷൻ ആണല്ലോ. സോ എക്കും ഡിക്കും ഇടയിലെ ബ്രാഞ്ച് ആണിത്, ഇവന്റെ ഇടയിൽ ഈ കണ്ടക്ടിങ് വയർ. മനസ്സിലായി? ഇത്രയും പോർഷനെയാണ് ഇവന്റെ ബ്രാഞ്ച് എന്ന് പറയണത്. ഇനിയിപ്പോ ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഡിക്കും സിക്കും ഇടയിലുള്ള ബ്രാഞ്ച് ആണ് ഈ കണ്ടക്ടിങ് വയർ. പിടികിട്ടിയോ? അതായത് 2 ജംഗ്ഷൻ ഇടയിലെ കണ്ടക്ടിങ് വയറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. പറയുന്നുള്ളൂ കേട്ടോ, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്താണല്ലോ ഈ കിർച്ചോഫ് ലോനെ തന്നെ നമ്മൾ പല വിളിപ്പേരൊക്കെ ഇട്ടാണ് വിളിക്കുന്നത്. ലൂപ്പ് റൂൾ, അങ്ങനെയൊക്കെ ജംഗ്ഷൻ റൂൾ, അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. സോ എഴുതിക്കോ, എന്താണ് ജംഗ്ഷൻ റൂൾ? കിർച്ചോഫ് റൂൾ തന്നെ 2 തരത്തിൽ പറയുന്നതാണ്. ഫസ്റ്റ് ആണ് ജംഗ്ഷൻ റൂൾ. ജംഗ്ഷൻ റൂൾ പറയട്ടെ. അറ്റ് എനി ജംഗ്ഷൻ, at any junction, sum of the currents entering the junction
entering the junction is equal to the sum of currents leaving the junction. അതെഴുതിയോ? അപ്പൊ ജംഗ്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഞാനൊരു ഫിഗർ കാണിക്കാം. ചേച്ചി നെറ്റ് കിട്ടുന്നില്ല കേട്ടോ. സ്ക്രീനൊന്നും കാണത്തില്ല, ചേച്ചിയുടെ വീഡിയോയും കാണത്തില്ല. സ്ക്രീൻ ഞാനിപ്പോ മാറ്റിയതാ, അതുകൊണ്ടായിരിക്കും. വീഡിയോയും കാണത്തില്ല. വീഡിയോ ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പൊ കാണത്തില്ലേ സ്ക്രീൻ? ഇല്ലല്ലോ. സ്ക്രീൻ കാണാലോ? ഇല്ലല്ലോ. സ്ക്രീൻ കാണത്തില്ലേ? ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ വിസിബിൾ അല്ല. നിന്റെ നെറ്റിന്റെ പ്രശ്നം. നമുക്കൊക്കെ ഇവിടെ 5G കേട്ടോ. അപ്പൊ നിനക്ക് ഇതുവരെ സ്ക്രീൻ ഒന്നും കാണത്തില്ലായിരുന്നോ? ആർക്കാ? എനിക്ക് ഇപ്പൊ കാണത്തില്ല, ഇപ്പൊ ബോർഡ് കാണത്തില്ല നിങ്ങൾക്ക്? ഇല്ലേച്ചി. ഇതെന്ത് പരിപാടി? എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മനുഷ്യൻ എങ്ങനെയാലും പോഷൻ തീർക്കാന്ന് ഓർക്കുമ്പോ നെറ്റ് കിടന്ന് പണി തരുന്നു. ഓക്കെ, സോ ജംഗ്ഷൻ റൂൾ എഴുതിയല്ലോ. ജംഗ്ഷൻ റൂൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ക്രീൻ കാണാലോ. ഓക്കെ, അങ്ങനെയാകുമ്പോ സോ ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ പോവരുത്. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നേരെ പുറത്തേക്കാണ് പോയത് I2 കറണ്ട്. മാത്രല്ല I1ഉം I3 എന്ന് പറയുന്ന കറണ്ടും ഒരു സെയിം ജംഗ്ഷനിലേക്ക് വരുക. ഇത് I3 ആണ്. ആൻഡ് I4ഉം I2 നേരെ പുറത്തേക്ക് പോകുക. ഓക്കെ, നമ്മുടെ ജംഗ്ഷൻ റൂൾ എന്താണ് പറയണത്? സം ഓഫ് വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് പോകുന്ന കറണ്ട്. അതല്ലേ ജംഗ്ഷൻ റൂളിൽ പറയുന്നത്? അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ അല്ല, I2 അല്ല I3. I1ഉം I3 അല്ലേ വരുന്ന കറണ്ടുകൾ അല്ലേ? ഈസ് ഈക്വൽ ടു പോകുന്ന കറണ്ട്, സം ഓഫ് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? I2 പ്ലസ് I4. ഇതാണ് ജംഗ്ഷൻ റൂളിൽ പറയുന്ന കാര്യം. ഓക്കെ, സോ ഇത്രയുള്ള ജംഗ്ഷൻ റൂൾ. ഈ ഒരു ഫിഗറും വരച്ചതിന്റെ താഴെ പറയുന്ന കാര്യം ഒന്ന് എഴുതിയെടുത്തേക്ക്. കറക്റ്റ് ആയിട്ട് വരുന്നതും പോകുന്നതും ഒന്ന് മാർക്ക് ചെയ്തേക്കണം, ആരോ മാർക്ക് വെച്ചിട്ട്. അടുത്തതാണ് നമ്മുടെ കിർച്ചോഫിന്റെ തന്നെ വേറൊരു റൂളാണ് ലൂപ്പ് റൂൾ. ഈ സെയിം കാര്യം തന്നെ വേറൊരു രീതി പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ലൂപ്പ് റൂൾ B1 ആണ്. ലൂപ്പ് LOOP, ലൂപ്പ് റൂൾ. The algebraic sum of changes in the algebraic sum of
changes in potential around any closed loop involving resistors and cells in the loop is zero. സോ അതായത് ഒരു ലൂപ്പിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതാണ് സെക്കൻഡ് ആയിട്ട് പറയുന്ന കാര്യം. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ കിർച്ചോഫ് റൂളിൽ പഠിക്കാൻ. ഇനി അതിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇത് ടെക്സ്റ്റിൽ തന്നെ കിടക്കുന്ന പ്രോബ്ലം ആണ്. നിങ്ങൾ ഇതൊന്ന് ചെയ്യാവോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇരുന്നത്, പക്ഷെ ഇപ്പൊ ഇത്രയും സമയമില്ലേ. സോ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. ഗൗതത്തിന് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇല്ല. എങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ചെയ്യാവുന്ന ട്രൈ ചെയ്ത് നോക്കണം. A battery of 10 volt and negligible internal resistance a battery of 10 volt and negligible internal resistance is connected across the diagonally opposite corners of a cubical network consisting of 12 resistors each of resistance 1 ohm. Full stop. Determine the equivalent resistance of the network and the current along each edge of the cube ഈ ഫിഗറും കൂടി വരച്ചെടുക്കുക. ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിന്റെ എല്ലാ എഡ്ജിലും നമുക്ക് എന്ത് കാണാം? ഓരോ റെസിസ്റ്റേഴ്സിനെ കാണാൻ പറ്റും. ഫിഗർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കി വരച്ചാലും മതി. എന്നിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാവോ എന്ന് നോക്ക്. ഓക്കെ, കണ്ടുപിടിച്ചാലും ഇല്ലേലും നാളെ നമുക്ക് ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞാൽ. കേട്ടോ ഗൗതം? ഓക്കെ, ഇപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ 7 മണിക്ക് തന്നെ ആയിരിക്കും. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പിന്നെ ഞാൻ നോട്ട് നേരത്തെ ഞാൻ ഇടാം, അത് നിങ്ങൾ എഴുതിയെടുത്തിട്ടിരുന്നു. ഇനിയിപ്പോ ഡെറിവേഷൻ ഒന്നുമില്ല. ഇനി കുറച്ച് മറ്റേ ബി സ്റ്റോൺ പിടിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അവിടെ ഇക്വേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുള്ളൂ. നോട്ട് എന്തായാലും ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്തിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ നോട്ട് എടുത്ത് അങ്ങ് ഒഴിവാക്കാം. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഒന്നെല്ലാം ഒന്ന് വായിച്ചു നോക്കിക്കേ, ഒന്ന് പഠിപ്പിച്ച പോർഷൻ. ഡെറിവേഷൻ ഇന്ന് തന്നെ ഇരുന്ന് എഴുതി പഠിച്ചേക്കണം. ശ്രീഹരിയോട് നാളെ മുതൽ കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറാൻ പറയണം കേട്ടോ.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. സോ നമ്മുടെ ഇന്ന് പഠിച്ച 2 ഡെറിവേഷൻ ഇന്ന് തന്നെ എഴുതി പഠിക്കണം. കാര്യം സിമ്പിൾ ആണ്. പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവില്ല ഇന്ന് തന്നെ എഴുതി പഠിച്ചില്ലെങ്കിൽ. അത് പഠിച്ചു വെക്കുക. നാളെ സമയത്തിനനുസരിച്ച് ഞാൻ എഴുതിക്കും. നാളെ ഗൗതത്തിന് എപ്പോഴാണ് മാത്സിന്റെ ക്ലാസ്? 8:30. അപ്പൊ ഞാൻ 7 മണിക്ക് വെച്ചേക്കാം. 7 മണി to 8. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ബൈ.